ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 16. സുമ്മൽ ഖറാബത്തു. ഗരീബായ ഹദീസ് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. സനദിന്റെ ഏതെങ്കിലും മൗളിയിൽ ഒരു റാവി തഫറുദാകുമ്പോൾ ആ ഹദീസാണ് ഗരീബ് എന്ന് പറഞ്ഞത്. അത് ഗരീബ് മുത്ലഖും അതുപോലെ തന്നെ ഗരീബ് നസബിയും ഉണ്ടാകുമെന്ന് ഓഹരിയാകുമെന്ന് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് പറയാണ് സുമ്മൽ ഖറാബത്തു. ആ ഖറാബത്ത് അല്ലെങ്കിൽ ആ തഫറുദ്, ആ റാവി തനിക്കുക എന്നുള്ളത് ഇമ്മ അൻ തകൂന ഫി അസ്ലി സനദി, ഒന്നെങ്കിൽ സനദിന്റെ അസിലിൽ അതുണ്ടാകും. ആ തഫറുദ് സനദിന്റെ അസിൽ എന്ന് പറഞ്ഞാൽ ഐ ഫിൽ മൗളിഇല്ലദി യദൂറുൽ ഇസ്നാദു അലൈഹി വയർജിഉ. ഇസ്നാദ് ഏതൊരു മൗളിയിലേക്കാണോ ദൗറാകുന്നത്, മടങ്ങുന്നത്, ആ സ്ഥലം എന്ന് പറഞ്ഞാൽ സനദിന്റെ മർജിയും സനദിന്റെ മദാറും, ആ മദാറുമായ മൗലി, അതിനാണ് അസ്ലു സനദ് എന്ന് പറയാം. അപ്പൊ ആ അസ്ലു സനദിൽ എന്ത് ചെയ്യുക, പിന്നെ തഫറുദ് ഉണ്ടാകുക. വലോ തഅദ്ദദത്തി തുറുക്ക് ഇലൈഹി, ആ അസ്ലു സനദിലേക്കുള്ള തുറുക്ക് തഅദ്ദുദായാലും ശരി, അസ്ലു സനദിൽ എന്താണ് തഫറുദാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അസ്ലു സനദ് കൊണ്ടുള്ള ഉദ്ദേശം വഹുവ അത് പറയുന്നുണ്ട്. വഹുവ ആ തർഫുല്ലദീ ഫീഹി സഹാബിയു, സഹാബി ഉള്ളതായ ആ തർഫ്, സഹാബിയിലേക്ക് മുത്തസിലാകുന്ന ആ തർഫിനാണ് എന്ത് എന്ന് പറയുന്നത്, അസ്ലു സനദ് എന്ന് പറയുമ്പോൾ. അപ്പോ സഹാബിയിൽ നിന്ന് നേരെ ഒരു താബി റിപ്പോർട്ട് ചെയ്തു. ആ താബിയാണ് ഇപ്പോൾ അസ്ലു സനദ്. സഹാബത്തിന്റെ തർഫ് എന്താകൂല, അത് ഇസ്നാദിന്റെ റിജാലുകളിൽ മുഹദ്ദിസീങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ മുസന്നിഫ് പറഞ്ഞത് ഓഹോ തർഫുല്ലദീ ഫീഹി സഹാബി എന്ന, അതുകൊണ്ടുള്ള മുറാദ് ഇവിടെ വഹശിയിൽ പറയുന്നുണ്ടത്. പിന്നെ വഹാദാ മിനൽ മുസാമഹാതി വൽ മുറാദു അത്തർഫുല്ലദീ യത്തസിലു ബിദാലിക തർഫി സഹാബി, ആ സഹാബിയുടെ തർഫിലേക്ക് മുത്തസിലാകുന്ന തർഫ്, അത് ഫലാ യകൂനു ദാലിക തർഫു ഇല്ലാ താബിയൻ, ആ തർഫു താബി അല്ലാതെ ആകൂല. അപ്പോൾ ഫഅസല അന്നൽ മുറാദ ബിൽ മുതഫർരിദി ബി അസ്ലി സനദി, അസ്ലി സനദിൽ മുതഫർരിദ് കൊണ്ടുള്ള മുറാദ് ഹുവ തഫറുദു ഫി താബിഈ അല്ലദീ യർവി അനി സ്വഹാബി, സഹാബിയെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന താബിയിലാണ് ഈ തഫറുദ് എന്ന് പറഞ്ഞത്. അപ്പോൾ അസ്ലി സനദിലുള്ള തഫറുദ് എന്ന് പറഞ്ഞാൽ താബിയിലുള്ള തഫറുദ്. അപ്പോൾ ഒരു സ്വഹാബിയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു താബി റിപ്പോർട്ട് ചെയ്ത്, ആ താബി മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്വഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ താബിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പലരും റിപ്പോർട്ട് ചെയ്താണ്. ആ വലോ തഅദ്ദദത്തു തുറുക്കു ഇലൈഹി എന്ന് പറഞ്ഞാൽ ആ അസ്ലു സനദിലേക്ക് തുറുക്ക് തഅദ്ദുദായാലും ശരി, ആ അസ്ലു സനദിൽ എന്തുണ്ട്, തഫറുദുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ അസ്ലു സനദിൽ പിന്നെ ആ തർഫിൽ തഫറുദ് ഉണ്ടാകും, ഖറാബത്ത് ഉണ്ടാകും. ഔലാ യകൂനു കദാലിക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകൂല, അസ്ലു സനദിൽ ഉണ്ടാകൂല. അതങ്ങനെ ബി അൻ യകൂന തഫറുദു ഫി അസ്നാഇഹി, ആ സനദിന്റെ ഇസ്നാദിന്റെ ഇടയിൽ തഫറുദ് ഉണ്ടാകും. അതെങ്ങനെയാണ് ഇസ്നാദിന്റെ ഇടയിൽ തഫറുദ് ഉണ്ടാകുന്നതിന് ഉദാഹരണം പറഞ്ഞത്. ഏതുപോലെ കഅൻ യർവിയഹു അനി സ്വഹാബി, ആ ഹദീസിനെ സഹാബത്തിനെ തൊട്ട് റിവായത്ത് ചെയ്യുക അക്സറു മിൻ വാഹിദിൻ, ഒന്നിലധികം ആളുകൾ സഹാബിയെ തൊട്ട് റിവായത്ത് ചെയ്തു. ഇപ്പോൾ അസ്ലു സനദിൽ എന്താണ്, ഇപ്പോൾ തഫറുദ് വന്നില്ല. അസ്ലു സനദിൽ ഇപ്പോൾ അധികം അക്സർ ഉണ്ടല്ലോ, അക്സറു മിൻ വാഹിദ് ഉണ്ട്. അപ്പോൾ സഹാബിയെ തൊട്ട് നേരെ റിവായത്ത് ചെയ്യുന്ന താബിഈങ്ങൾ കുറേ ഉണ്ട്, അക്സറായി. അവിടെ ഇപ്പം തഫറുദ് വന്നില്ല. പിന്നെ സുമ്മ യതഫറദു ബി റിവായത്തിഹി, പിന്നെ അതേ റിവായത്ത് കൊണ്ട് തഫറുദ് ആകുക തനിക്ക്. ആരെ തൊട്ട് റിവായത്ത് ചെയ്യാൻ, വാഹിദി മിൻകും, ഈ അക്സറായ പിന്നെ താബിഈങ്ങളുണ്ടല്ലോ, ആ താബിഈങ്ങളിൽ നിന്ന് ഒരാളെ തൊട്ട് റിവായത്ത് കൊണ്ട് തനിച്ചു. ആര് തനിച്ചു? ഷഖ്സും വാഹിദുൻ, ഒരു ഷഖ്സ് പിന്നെ തനിച്ചു. അദ്ദേഹം മാത്രമേ ആ പിന്നെ താബിഈനെ തൊട്ട് റിവായത്ത് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരാളും ആ താബിഈനെ തൊട്ട് റിവായത്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോൾ ഇവിടെ പിന്നെ തഫറുദ് വന്ന എവിടെയാണ്,
അസ്ലു സനദിലല്ല, മറിച്ച് എന്താണ് അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് നിലയ്ക്ക് ഖറാബത്ത് വരാം. ഫൽ അവ്വലു, അപ്പോൾ ഒന്നാമത്തത് ഈ അസ്ലു സനദിൽ ഖറാബത്ത് വരുമ്പോൾ ആ ഗരീബിനെ സംബന്ധിച്ച് പറയുന്ന പേരാണ് അത് അൽ ഫർദുൽ മുത്ലഖു. അതിനാണ് മുത്ലഖൻ ഫർദ്, മുത്ലഖൻ ഖറാബത്ത്. കാരണം അസ്ലിലാണ് അതിൻ്റെ തഫറുദ് ഉള്ളത്, അതുകൊണ്ട് അതിന് മുത്ലഖൻ ഫർദ് എന്നാണ് പറയുക. അൽ ഗരീബുൽ മുത്ലഖു നമ്മൾ മുമ്പ് പറഞ്ഞില്ല, അത് തന്നെ ഈ അൽ ഫർദുൽ മുത്ലഖ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതുപോലെ ഹദീസിൻ നഹി അൻ ബൈഇൽ വലാഇ, പിന്നെ മൗലകളെ വിൽക്കുന്നതിനെ തൊട്ട് നഹി ചെയ്യപ്പെട്ട പോലെ. വലാ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, മോചിപ്പിച്ച അടിമത്ത മോചനം കിട്ടിയ മൗല, ആ മൗലയുള്ള ബന്ധമാണെന്ത് വല എന്ന് പറഞ്ഞത്. സിലത്തും ബൈന സയ്യിദി വ അബ്ദിഹി അല്ലദി അഅതഖഹു, പിന്നെ സയ്യിദ് മോചിപ്പിച്ച അടിമയുടെയും സയ്യിദിന്റെയും ഇടയിലുള്ള ബന്ധത്തിനാണ് വല എന്ന് പറഞ്ഞത്. അതായത് ഇത്തക്ക് ബന്ധം. ആ ബന്ധം അത് നസബയുടെ ലഹ്മത്ത് പോലെയാണെന്ന, ഖറാബത്തിന്റെ ലഹ്മത്ത് പോലെയാണെന്ന്, മവദ്ദത്തിലും നുസ്രത്തിലും ഒക്കെ അതേപോലെയാണെന്ന്. അപ്പോൾ ആ ഇത്തക്ക് ബന്ധമുള്ള മൗലകളെ എന്ത് ചെയ്യാൻ പാടില്ല, വിൽക്കുന്നതിനെ തൊട്ട് പിന്നെ നഹി ചെയ്തു. അതുപോലെ വാൻ ഹിബത്തിഹി, അതിനെ ഹിബത്ത് നൽകുന്നതിനെ തൊട്ടും നഹി ചെയ്തു എന്ന ഹദീസ്. ആ ഹദീസ് തഫറദ ബിഹി, ആ ഹദീസ് കൊണ്ട് തനിച്ചു ആര്, അബ്ദുല്ലാഹ് ബിൻ ദീനാരിൻ, താബിഈ, ജലീലായ താബിഈ അബ്ദുല്ലാഹ് ബിൻ ദീനാർ എന്നവരെന്ത് ചെയ്തു, തനിച്ചു. ആരെ തൊട്ട്, അൻ ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആവുന്ന സഹാബിയെ തൊട്ട് ഈ താബിഈ എന്ത് ചെയ്തു, തനിച്ചു. ഇപ്പോൾ അസ്ലു സനദിൽ എന്ത് ചെയ്തു, തഫറദ് വന്നു. അതാണ് ഇപ്പോൾ ഫർദ് മുത്ലഖിന് ഉദാഹരണം പറഞ്ഞു. നീ അത് യൻഫരിദു ബിഹി, ആ ഹദീസ് കൊണ്ട് ചുരുക്കത്തിൽ തനിക്കും റാവി ഇൻഫിറാദാകും, തനിക്കും അൻ ദാലിക്കൽ മുൻഫരിദി, ആ മുൻഫരിദിനെ തൊട്ട്. ഇപ്പോ ഇവിടെ മുൻഫരിദായ ആരാണ്, അബ്ദുല്ലാഹ് ബിൻ ദീനാറാ. ഈ അബ്ദുല്ലാഹ് ദീനാർ എന്നവരെ തൊട്ട് ഇനി റിപ്പോർട്ട് ചെയ്യുന്ന റാവിയും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ തനിക്കാം, അങ്ങനെ വരാം. തനിക്കാര് കേട്ടോ, അത് നമ്മൾ മേളിൽ പറഞ്ഞു. വലോ താഴത്ത് തുർക്കു ഇലൈഹി എന്ന് മേളിൽ പറഞ്ഞായിരുന്നു. ചുരുക്കത്തിൽ അങ്ങനെ തനിക്കും എന്നാണ് പറഞ്ഞത്. അതേതുപോലെ അതിന് ഉദാഹരണം പറഞ്ഞ ഹദീസ് ശുഅബിൽ ഈമാൻ, ഈമാനിന്റെ ശാഖകളെ സംബന്ധിച്ചുള്ള ഹദീസ് പറയുന്നിടത്ത് പിന്നെ അൽ ഈമാൻ ബിദ്ഉൻ വസബഊന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി തരീഖ് എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസ് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ എന്ന് പറഞ്ഞ ഹദീസ്, ഈ ഹദീസ് പിന്നെ തഫറദ ബിഹി അബൂ സാലിഹ്, താബിഈയായ അബൂ സാലിഹ് എന്നവരെന്ത് ചെയ്തു, തഫറുദായി തനിച്ചു. ആരെ തൊട്ട്, അൻ അബി ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ സാലിഹ് എന്നവരാണ് മാത്രമാണ് എന്ത് ചെയ്ത് തഫറുദായത്. ഇപ്പോൾ ഇതെന്ത്, അസ്ലു സനദിൽ തഫറുദായി, അസ്ലു സനദിൽ തഫറുദായി. കാരണം ഒരു താബിഈ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തഫറദ ബിഹി, എന്നിട്ട് ആ ഹദീസ് കൊണ്ട് വീണ്ടും തനിച്ചു ആര്, അബ്ദുല്ലാഹ് ബിൻ ദീനാർ. അബ്ദുല്ലാഹ് ബിൻ ദീനാർ എന്നവർ തഫറുദായി. ആരെ തൊട്ട്, അബി സാലിഹ്. ഈ അബൂ സാലിഹ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത അബൂ സാലിഹ് ആയ അബി സാലിഹ് എന്ന താബിഈ, ആ താബിഈനെ തൊട്ട് അബ്ദുല്ലാഹ് ബിൻ ദീനാർ എന്ന താബിഈ എന്ത് ചെയ്തു, തഫറുദായി. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം, ചുരുക്കത്തിൽ അങ്ങനെ തഫറുദായിട്ട് വരാം. അതാ ഖദ് വഖദ് യസ്തമിറു തഫറുദു ഫീ ജമീഇ റുവാതിഹി, ആ ഹദീസിന്റെ എല്ലാ റുവാത്തുകളിലും ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, തഫറുദ് പിന്നെ ഇസ്തിംറാറാകാം, സ്ഥിരമാകാം. ആ അക്തരിയും, അല്ലെങ്കിൽ ഹദീസിന്റെ അക്തറിലും ഇങ്ങനെ തഫറുദ് വരാം. വഫി മുസ്നദിൽ ബസാർ വൽ മുഅ്ജമിൽ ഔസത്ത് ലി തബറാനി, ബസാർ ഇമാമിന്റെ മുസ്നദിലും അതുപോലെ തന്നെ തബറാനി ഇമാമിന്റെ മുഅ്ജമുൽ ഔസത്തിലും പിന്നെ ഉണ്ട്
അംസലത്തുൻ കസീറത്തുൻ ലിദാലിക, ഇങ്ങനെ തഫറുദായതിൻ്റെ ധാരാളം ഹദീസുകൾ, ഉദാഹരണങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തത് അൽ ഫർദുൽ മുത്തലഖ്, മുത്തലഖൻ ഫർദ്, മുത്തലഖായ ഗരീബ്. വസ്താനി, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു എന്ത്, അസ്ലു സനദിലല്ല, സനദിന്റെ ഇടയിൽ തഫറുദ് വരുന്ന ആ രണ്ടാമത്തതിന് പറയപ്പെടുന്നത് അൽ ഫർദു നസബിയു, നസബിയായ ഫർദ് എന്ന. എന്തിനാ നസബിയായ ഫർദ് എന്ന് പേര് വെച്ചത്? സുമ്മിയ നസബിയൻ, അതിന് നസബിയ് എന്ന് പേര് വെക്കപ്പെട്ടത് ലികൗനി തഫറുദി ഫീഹി, അതിലുള്ള തനിക്കലായതിന് വേണ്ടി. അത് എന്തായി? ഹസന, അത് കരസ്ഥമായതായി. എന്തുകൊണ്ട് കരസ്ഥമാക്കി? ബിൻ നിസ്ബത്തി ഇലാ ശഖ്സിൻ മുഅയ്യനിൻ, ഒരു മുഅയ്യനായ ശഖ്സിലേക്ക് നിസ്ബ ചെയ്യൽ കൊണ്ട് കരസ്ഥമായതാണ്. വഇൻകാനൽ ഹദീസു ഫീ നഫ്സിഹി മഷ്ഹൂറൻ, പിന്നെ ഹദീസ് ഫീ നഫ്സിൽ എന്താണ്? അത് മഷ്ഹൂറാണെങ്കിലും ശരി, ഒരു മുഅയ്യനായ ശഖ്സിലേക്ക് നിസ്ബ ചെയ്യൽ കൊണ്ട് എന്താണ്? പിന്നെ നിസ്ബ ചെയ്യൽ കൊണ്ടാണ് ഇവിടെ തഫറുദ് ഹരസ്ഥമായത്. അതുകൊണ്ടാണ് ആ ശഖ്സിലേക്ക് നിസ്ബ ചെയ്തിട്ട് ഇതിന് നസബിയായ ഫർദ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഒരു ഉദാഹരണം പിന്നെ ഇവിടുത്തെ മഹർഷി പറയുന്നുണ്ട്. എന്താ ഉദാഹരണം പറഞ്ഞാല്, പിന്നെ ഇൻകാനൽ ഹദീസ് ഫീ നഫ്സിഹി മഷ്ഹൂർ എന്ന് പറഞ്ഞിട്ട് പറയാണ്, പിന്നെ ബി അൻ യർവിയ മിൻ ഔജിഹിൻ ആഖറ, വേറെ വജുഹിലൂടെ ഈ ഹദീസിനെ റിവായത്ത് ചെയ്യുക. ലം യതഫറദ് ഫീഹ റാവിൻ, അതിൽ റാവി എന്തായിട്ടില്ല? പിന്നെ തഫറദ് ആയിട്ടില്ല. അതാ പറഞ്ഞ ഇൻകാനൽ ഹദീസ് ഫീ നഫ്സിഹി മഷ്ഹൂർ എന്ന് പറഞ്ഞു. മിസാലുഹു, അപ്പോൾ മിസാലുഹു അതിന് ഉദാഹരണം, അൻ യർവിയ സുഹുരി അൻ സാലിമിൻ, സാലിമിൻ അൻ ഇബ്നു ഉമറ, ഇബ്നു ഉമർ എന്നവരെ തൊട്ട് സാലിം എന്നവരെ തൊട്ട് സൂരി. അപ്പോൾ സൂരി ഇമാം എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് സുമ്മ യർവിഹി, എന്നിട്ട് ആ ഹദീസിനെ റിവായത്ത് ചെയ്യുക. വാഹിദുൻ, ഒരാൾ റിവായത്ത് ചെയ്തു. ആരെ തൊട്ട്? അനി സുഹുരി, ഈ സുഹുരി എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തു. മുത്തഫരിദൻ, തഫറുദായിട്ട് അദ്ദേഹം മാത്രം റിവായത്ത് ചെയ്തു. വലാ യുതാബിഉ അഹദുൻ ഫീ റിവായത്തിഹി അനി സുഹുരി, സുഹുരിയെ തൊട്ട് അയാൾ റിവായത്ത് ചെയ്തതിൽ വേറെ ഒരാളും അദ്ദേഹത്തോടൊപ്പം എന്തായിട്ടില്ല? പിന്നെ മുതാബിഅത്തായിട്ടില്ല. അദ്ദേഹം മാത്രം സുഹരി എന്നവരെ തൊട്ട് റിവായത്ത് ചെയ്തു. വഇൻകാന റുവാത്തു അനി സാലിം, ഇവിടുത്തെ ഈ സുഹരി ഇമാം റിവായത്ത് ചെയ്ത സാലിം എന്നവർ, ആ സാലിം എന്നവരെ തൊട്ടുള്ള റുവാത്തുകളായാലും ശരി, എന്ത് ജമാഅത്തൻ, അവര് ജമാഅത്ത് കുറെ ആളുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. കഥ ഇപ്രകാരം തന്നെ ഇബ്നു ഉമർ എന്നവരെ തൊട്ടും ഇതേപോലെ തന്നെ ധാരാളം പിന്നെ ആളുകൾ ജമാഅത്ത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് ഫർദും ബിൻ നിസ്ബത്തി ഇലാ റാവി സുഹരി, ഇവിടെ സുഹരിയുടെ റാവി, സുഹരി എന്നതിനെ തൊട്ട് ഒരാൾ മാത്രം റിവായത്ത് ചെയ്തിട്ടല്ലോ. അപ്പോൾ ആ സുഹരിയുടെ റാവിയിലേക്ക് നിസ്ബ ചെയ്യൽ കൊണ്ട് ഈ ഹദീസ് എന്താണ്? ഫർദാണ്. വഇൻകാന മഷ്ഹൂറൻ ബിൻ നിസ്ബത്തി ഇലാ റുവാത്തി സാലിമിൻ റുവാത്തി ഇബ്നു ഉമറ, സാലിം എന്നവരുടെയും ഇബ്നു ഉമർ എന്നവരുടെയും റുവാത്തുകളിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ, കാരണം അവർ ജമാഅത്തുണ്ടല്ലോ, അവരിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എന്താണ്? ഇത് പിന്നെ മഷ്ഹൂറാണെങ്കിലും ശരി, ഇവിടെ ഈ മുഅയ്യനായ ശഖ്സിലേക്ക് നിസ്ബ ചെയ്യൽ കൊണ്ട് എന്തായി? പിന്നെ ഫർദായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഫർദ് നസബിയ് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ അസ്ലു സനദിലുള്ള ഫർദിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്, അസ്നയിൽ ഇടയിൽ വരുന്ന ഫർദിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പിന്നെ ഇനി വയഖില്ലു ഇത്ലാഖുൽ ഫർദിയത്തി, ഫർദിയത്തിനെ പറയൽ ഖലീലാണ് അലൈഹി, ഈ രണ്ടാമത്തതിൻ്റെ പേര് ഫർദിൻ നസബി. ഈ ഫർദിൻ നസബി എന്നതിന് അതിൻ്റെ മേലെന്താണ്? ഫർദിയത്തിനെ പറയൽ ഖലീലാണ്. അതിനെ സംബന്ധിച്ച് കൂടുതലും ഗാലിബിലും പറയുക എന്താണ്? അങ്ങനത്തെ ഹദീസുകളെ സംബന്ധിച്ച് ഗരീബ് എന്നാണ് പറയുക. ഫർദിയത്ത് എന്ന് ഇത്ലാഖാക്കത്തില്ല, അത് ഖലീല. അതിനെന്താ കാരണം? ഈ അന്നൽ ഗരീബ വൽ ഫർദ, കാരണം ഗരീബ് എന്നും ഫർദ് എന്നും പറഞ്ഞ രണ്ടും മുത്തറാദിഫാനി ലുഗത്തൻ ഇസ്തിലാഹൻ, ലുഗത്തിലും ഇസ്തിലാഹിലും അത് രണ്ടും മുത്തറാദിഫായ പിന്നെ
പദങ്ങളാണ് ഗരീബ്, ഫർദ്. അപ്പോൾ ഫർദിയത്ത് എന്ന് ഇതിനെ സംബന്ധിച്ച് രണ്ടാമത്തെ കിസ്മിനെ സംബന്ധിച്ച് പറയൽ എന്താണ്? ഖലീലാണ്. പക്ഷെ ഇല്ല അന്ന അഹ്ലൽ ഇസ്തിലാഹിന്റെ അഹ്ലുകാട് ഗയറു ബൈനഹുമ, ഈ ഫർദ് ഗരീബ് രണ്ടിന്റെ അടുത്തുള്ള ഒരു മുഗായറത്ത് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? മിൻ ഹൈസു കസറത്തുൽ ഇസ്തിമാലി വ ഖില്ലത്തുഹു, ആ ഇസ്തിമാലിന്റെ കസറത്തും അതിന്റെ ഖില്ലത്തിന്റെയും ഹൈസിയത്തിലൂടെ അവർ മുഗായറത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഫർദ് എന്നുള്ളത് അക്സറുമായി ഇത്ലിഖൂനഹു, ആ അഹ്ലുൽ ഹദീസുകൾ അവർ ഇത്ലാഖാക്കുന്നത് അലൽ ഫർദിൽ മുത്തലഖി, കൂടുതലും എന്താണ്? ഫർദുൽ മുത്തലഖിന്റെ മേലാണ് അക്സറായിട്ട് പ്രയോഗിക്കുക. ഗരീബ് എന്നുള്ളത് അക്സറു മാ യുത്ലിഖൂനഹു അലൽ ഫർദിൻ നസബി, നസബിയായ ഫർദിന്റെ മേലാണ് എന്താണ് ഗരീബിനെ പ്രയോഗിക്കുക. ഇങ്ങനെ ഫർക്ക് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, ഈ ഫർക്ക് ഈ പറഞ്ഞ ഫർക്ക് ഹാദ മിൻ ഹൈസു ഇത്ലാഖിൽ ഇസ്മി അലൈഹിമ, ഇതിന്റെ രണ്ടിന്റെയും മേൽ ഈ ഇസ്മിനെ മുത്തലഖൻ പറയുന്നു എന്ന ഹൈസിയത്തിലാണ് ഈ ഫർക്ക് പറഞ്ഞിട്ടുള്ളത്. ഇസ്മിനെ രണ്ടിന്റെ മേലും പറയാൻ പറയുന്ന എന്ന ഹൈസിയത്തിലൂടെയാണ്. പക്ഷേ അമ്മാമിൻ ഹൈസു ഇസ്തിമാലുഹും അൽ ഫീലൽ മുസ്തഖ, അപ്പോൾ ഈ രണ്ട് ഇതിൽ നിന്നുള്ള ഫർദ്, അത് ഗരീബ് ഫർദ് രണ്ടിൽ നിന്നുള്ള മുസ്തഖായ ഫീലിനെ അവർ ഉപയോഗിക്കുന്ന ഹൈസിയത്തിലൂടെ നോക്കുമ്പോൾ ഫലാ യുഫർരിഖൂനഹു, അവർ ഈ രണ്ടിന്റെ ഇടയിൽ എന്തായില്ല? ഫർക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അഹ്ലുൽ ഹദീസ് എന്താ പറയാ? അപ്പോൾ യഖൂലൂന, അപ്പോൾ അവർ പറയുന്നത് ഫിൽ മുത്തലഖി വൻ നസബി, ഈ മുത്തലഖായ ഫർദിലും അതുപോലെ തന്നെ നസബിയായ ഫർദിലും, ഇവർ അതിൽ രണ്ടിലും അവർ പറയും തഫറദ ബിഹി ഫുലാദൻ. ഹദീസ് പറയുമ്പോൾ തഫറദ ബിഹി ഫുലാദൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആ അഗറബ ബിഹി ഫുലാൻ എന്ന് പറയും. രണ്ടിലും അങ്ങനെ ഒരു പ്രയോഗിക്കും. കാരണം അത് മുസ്തഖായ ഫീലിനെ അവർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. അവിടെ അന്നേരം ഫർക്ക് പറയലൊന്നുമില്ല. മുത്തലഖിനെ പറഞ്ഞാലും തഫറദ ബിഹി ഫുലാൻ എന്ന് പറയും, നസബി എന്ന് പറഞ്ഞാലും തഫറദ ബിഹി ഫുലാൻ എന്ന് പറയും, അല്ലെങ്കിൽ ആ അഗറബ ബിഹി ഫുലാൻ എന്ന് പറയും. രണ്ടിനും അത് പ്രയോഗിക്കും, ഫർക്കില്ല. അവർ ഇസ്തിമാലിന്റെ കസറത്തും ഖില്ലത്തിന്റെ ഐശ്യത്തിലൂടെയാണ് ഇത് മുഗായറത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ മുഗായറത്തില്ല. അതുകൊണ്ടാണ് ലുഗത്തിലും ഇസ്തിലാഹിലും എന്താണ് ഈ ഗരീബ് ഫർദ് എന്ന് പറഞ്ഞത് മുത്തറാദിഫായ പദങ്ങളാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ നസബിയ്യനിക്ക് ഫർദിയത്ത് എന്നതിനെ ഇത്ലാഖ് ആക്കൽ എന്താണ്? ഖലീലാണ് എന്ന് മുസന്നിഫ് പറഞ്ഞത്. അതുകൊണ്ടാണ്. ഇനി അവിടെ മഹശീല് വയഖില്ലു ഇത്ലാഖുൽ ഫർദിയത്തി എന്നെടുത്ത് എഴുതിയേക്കുന്നത് ഇതാ, അന്ന ഹഉനാ മത്ലൂബൈനി, ഇവിടെ രണ്ട് മത്ലൂബുണ്ട്. ഒന്നെന്താ? അല്ല അവ്വലു ജവാസു ഇത്ലാഖിൽ ഫർദി അലൈഹി, ഈ ഫർദിൻ നസബി എന്നതിൻ്റെ മേൽ ഫർദി എന്നതിനെ പറയൽ എന്താണ്? ജായിസാണ് എന്നുള്ള ഒരു മത്ലൂബ്, ജായിസാണ്. വത്താനി രണ്ടാമത്തത് ഖില്ലത്തുഹു, അതിനെ പ്രയോഗിക്കൽ ഖലീലാണെന്നാണ്. ഇങ്ങനെ രണ്ട് മത്ലൂബ് അവിടെ ഇബാറത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ടിനും മുസന്നിഫ് തെളിവ് പിടിച്ചു. വസ്തദല്ല അലൽ അവ്വലി, ഒന്നാമത്തതിന്റെ തെളിവ് ബി ഖൗലിഹി ലി അന്നൽ ഗരീബ വൽ ഫർദ മുതറാദിഫാനി എന്നതാണ്. അപ്പോൾ മുതറാദാൻ ആയതുകൊണ്ട് അത് പ്രയോഗിക്കൽ ജായിസാണ് എന്ന് കിട്ടിയല്ലോ. രണ്ടും മുതറാദിഫാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫർദിനെ പറയൽ ജായിസാണെന്ന് എല്ലിന്ന് മനസ്സിലായി. ഈ രണ്ടാമത്തത് വാലത്താനി, രണ്ടാമത്തതിന്റെ മേൽ ഇത് ഖില്ലത്താണ് എന്ന് പറഞ്ഞത്, അതിനെ ഉപയോഗിക്കൽ ഖില്ലത്താണെന്നുള്ളതിന്റെ തെളിവ് എന്താണെങ്കിൽ കൗലിഹി, മുസന്നിഫിന്റെ കൗലാണ്. ഇല്ല അന്ന അഹ്ലൽ ഇസ്തിലാഹി ഗയറു ബൈനഹുമ എന്ന് പറഞ്ഞല്ലോ, കസറത്തിന്റെ ഇസ്തിമാന്റെ കസറത്തും ഖില്ലത്തിന്റെ ഹൈസിയത്തിലൂടെ ഒരു മുഗായറത്ത് പറഞ്ഞു എന്നതാണ്. അപ്പോൾ എന്ത്? ഖലീലാണെന്നും അതിൽ നിന്ന് കിട്ടി. അതാ ഇനി ഇതുപോലെ ഖരീബും മിൻ ഹാദ, ഈ പറഞ്ഞ ഇഖ്തിലാഫിനോട് ഖരീബായ ഇഖ്തിലാഫാണ് ഏത്? ഈ ഖരീബ് ഫർദ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇഖ്തിലാഫ് പറഞ്ഞല്ലോ. ഇത് ഫർദ് മുത്തലഖിനും അതുപോലെ ഫർദ് നസബിയ്യിനും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഖ്തിലാഫ് പറഞ്ഞു. എന്ത്?
രണ്ടും മുത്തറാദിഫാണെന്നും അതുപോലെ തന്നെ ഇസ്തിമാലിന്റെ ഐതിഹ്യത്തിലൂടെ മുഖായർത്തും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ഇഖ്തിലാഫിനോട് ഖരീബാണ് അത് ഇഖ്തിലാഫും ഫിൽ മുൻഖത്തി വൽ മുർസലി. മുൻഖത്തി ആയ ഹദീസിലും അതുപോലെ മുർസലായ ഹദീസിലുമുള്ള ഹദീസുകളുടെ ഇഖ്തിലാഫും ഇതിനോട് ഖരീബാണ്. ഹുമാ മുതഗായിറാനി, പിന്നെ അത് രണ്ടും മുതഗായിറാണ്. അൽ ഹുമാ മുതഗായിറാനി, അത് രണ്ടും മുതഗായിറാണോ? മുൻഖത്തിയും മുർസലും എന്താണ് മുതഗായിറാണോ? ഔല അല്ല മുതഗായിറ അല്ലേ എന്ന് പിന്നെ ഒരു ഇഖ്തിലാഫ് അവിടെയും ഉണ്ട്. അപ്പൊ അക്സറുൽ മുഹദ്ദിസീന എന്നാൽ മുഹദ്ദിസീങ്ങളിൽ അക്സറും അല തഗായുരി, രണ്ടും തഗായുറാണെന്ന. മുർസൽ ഒന്ന് വേറെ മുൻഖത്തി ഒന്ന് വേറെ എന്ന നിലക്ക് തഗായുർ എന്ന നിലക്കാണ് അക്സറുൽ മുഹദ്ദിസീൻ. ലാക്കിന്നഹു ആ തഗായുർ ഇന്ദ ഇത്ലാഖിൽ ഇസ്മി എന്ന ഇസ്മിനെ മുത്തലഖം പറയുമ്പോഴാണ് അവിടെ തഗായുർ ഉള്ളത്. അമ്മ എന്താ ഇസ്തിമാലിൽ ഫീലി, അവിടെയും ഈ മുസ്തഖായ ഫീലിനെ ഇസ്തിമാൽ ചെയ്യുന്നതിന്റെ അടുത്ത് ഫയസ്തഅ്മിലൂനൽ ഇർസാല, അവർ ഇർസാല് എന്ന പദത്തിനെ മാത്രമാണ് ഫഖത്ത്, അതിനെ മാത്രമാണ് അവർ പ്രയോഗിക്കുന്നത്. ഫയഖൂലൂന അർസലഹു ഫുലാനൻ, ഹദീസിനെ സംബന്ധിച്ച് ഫുലാൻ അതിനെ ഇർസാലാക്കി. സവാഉൻ കാന ദാലിക മുർസലൻ ഔ മുൻഖത്തിയൻ, അത് മുൻഖത്തിയായ ഹദീസാകട്ടെ മുർസലായ ഹദീസാകട്ടെ, മുർസലായ ഹദീസായാലും മുൻഖത്തിയായ ഹദീസായാലും അവരെന്ത് ചെയ്യും? അർസലഹു ഫുലാനൻ എന്ന് പറയും. അവിടെ പിന്നെ എന്തില്ല, ഫർക്കില്ല നേരം. അലൽ ഇത്ലാഖ്, ഇത്ലാഖ് നിലക്ക് ഇസ്മിനെ പറയുമ്പോഴേ ഉള്ളു അവര് എന്ത് ചെയ്തത്? അക്സർ മുഹദ്ദിസീങ്ങൾ അവിടെ തഗായുർ പറഞ്ഞത്. അല്ലാതെ അതിൽ നിന്ന് മുസ്തഖായ ഫീലിനെ ഉപയോഗിക്കുമ്പോൾ ഇർസാല് എന്ന യസ്തഅ്മിലൂനൽ ഇർസാല ഫഖത്ത്, ഇർസാല് എന്ന പദത്തിനെ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്? പ്രയോഗിക്കുന്നത്. അവിടെ നുഖ്തത്തുൽ ഓററില് ഫയസ്തഅ്മിലൂനൽ ഇർസാല ഫഖത്ത് എന്നിടത്ത് കാണാം ഖാലൽ കമാൽ ഇബ്നു അബി ശരീഫ് ഫസബബു ഫീ ദാലിക, ഇവിടെ ഇർസാലി എന്ന് മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ. ഐ ഫീ ഇസ്തിമാലിഹിമിൽ ഇർസാല ഫഖത്ത്, അത് ഹത്താ ഫിൽ മുൻഖത്തിയിൽ വരെ ഹദീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അർസലഹു ഫുലാൻ എന്നാ പറയാ. അത് അങ്ങനെ പറയാൻ കാരണം അന്നഹും ലൗ ഖാലു, അവർ പറഞ്ഞാൽ അഖ്തഅഹു ഫുലാനൻ, മുൻഖത്തിയായതിനെ സംബന്ധിച്ച് അഖ്തഅഹു ഫുലാനൻ എന്ന് പറഞ്ഞാൽ ലസബഖ ഇലൽ വഹമി, അപ്പോൾ വഹമിലേക്ക് എന്ത് ചെയ്യും? സാബിക്കാകും. അന്നഹു ഔറദഹു മഖ്തൂഅൻ, മഖ്തൂ ആയിട്ട് അതിനെ കൊണ്ടുവന്നു എന്ന് പിന്നെ സാബിഖ വഹമു വന്നു. വൽ മഖ്തൂ ഗൈറുൽ മുൻഖത്തി അല്ലാത്തതാണല്ലോ മഖ്തൂ എന്ന് പറയുന്നത്. ഇസ്തിലാഹ നിലയ്ക്ക് മുൻഖത്തി അല്ലാത്തതാണ് മഖ്തൂ എന്ന് പറയുന്നത്. ഇതിൽ മഖ്തൂ മിൻ ഔസാഫിൽ മത്തിനിന്റെ ഔസാഫിൽ പെട്ടതാണ് മഖ്തൂ എന്ന് പറയുന്നത്. വൽ മുൻഖത്തി എന്നുള്ളത് എന്താണ്? മിൻ ഔസാഫിൽ സനദിന്റെ ഔസാഫിൽ പെട്ടതാണ്. പിന്നെ വൻഖത്ത എന്നുള്ളത് ഇൻഖത്ത പ്രയോഗിച്ചാൽ ലാസിമുൻ, അത് ലാസിമായ ഫീലാണ്. അത് ലാ യുംകിനു ഇസ്നാദുഹു ഇല റാവി, അത് റാവിയിലേക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇസ്നാദ് ചെയ്യൽ സൗകര്യമാവില്ല. അപ്പോ ഫഅൽജ ദാലിക ഇല തഖ്ബീരി ബി അർസലഹു, അപ്പോ അർസലഹു എന്ന് തഖ്ബീർ ഇബാറത്ത് ഇടുന്നതിലേക്ക് എന്ത് ചെയ്തു? അവരെ അത് അണച്ചുകൂട്ടി. ഫഹം ഇന്നഹു ദഖീഖുൻ, കൊണ്ട് മനസ്സിലാക്കിക്കോ, ഇത് ദഖീഖായ ഒരു കാര്യമാണ് എന്ന്. അൽ ബാഖി ബാദ്.